2018 ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക. തകർന്നടിഞ്ഞ കേരളമായിരുന്നില്ലേ? എങ്ങനെ ഈ നാട് ഇനി കരകയറും എന്നായിരുന്നില്ലേ പലരും കരുതിയിരുന്നത്? അന്ന് നാടിന് മുന്നിൽ പറഞ്ഞൊരു കാര്യമുണ്ട്: തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്, ഈ നാട് അതിജീവിക്കും. അതിജീവിച്ച് കാണിച്ചില്ലേ? എങ്ങനെയാണ് അതിജീവനമുണ്ടായത്? നമ്മുടെ നാടിൻ്റെ ഒരുമയും ഐക്യവും, ജനങ്ങളുടെ ഒരുമയും ഐക്യവും രാജ്യം, ലോകം ആശ്ചര്യപ്പെട്ട് കാണുമാറ് നാം അതിജീവിച്ചു വന്നു. എങ്ങനെ ഇത് സാധ്യമായി എന്നവരാലോചിക്കുന്നു. അതാണ് കേരളം. ഇവിടെ പഴയത് അതേ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയുന്നു, നേരത്തെ എന്തെല്ലാം ദുരന്തമുഖത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം ഒരു കുറവുമില്ലാതെ നടപ്പാക്കിയിരിക്കും. അതിലൊന്ന് അവരെ പ്രധാനമായും പുനരധിവസിപ്പിക്കലാണ്. ഒരുപാട് സഹായങ്ങളും ഓഫറുകളും ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടി സമാഹരിക്കും. നല്ലൊരു ടൗൺഷിപ്പ്, രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കുമാറുള്ള ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുക തന്നെ ചെയ്യും. അതിന് നടപടികളുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഒരു പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനം കൂടി കാക്കേണ്ടതായിട്ടുണ്ട്. അതും അധികം വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ദുരന്തത്തിനിരയായവരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവരുടെ ഉപജീവനം ഒരു പ്രശ്നമാണ്. ആ ഉപജീവനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അതിനുള്ള നൈപുണ്യ വികസനം, പരിശീലനം, അതിനെല്ലാമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശീലനത്തിലൂടെ വിവിധ തരത്തിലുള്ള തൊഴിലുകളിലേക്ക് അവരെ നിയോഗിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിശദമായ പ്ലാൻ, വിശദമായ മൈക്രോ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ദുരന്തബാധിതരെ നാം, കേരളം കൈയൊഴിയില്ല. എന്നാൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണമെന്ന് അപ്പോഴും ഞങ്ങൾ പറയും, ഇനിയും പറയും. ചിലർ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഒരു സമീപനം എടുക്കുമ്പോൾ നിങ്ങൾ വീണ്ടും അവരോട് ചോദിക്കൂ? ചോദിക്കാതെ പിന്നെ എന്ത് ചെയ്യും? നമ്മളൊരു സംസ്ഥാനമല്ലേ, ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതല്ലേ ചോദിക്കുന്നത്? അത് വീണ്ടും ചോദിക്കും, ഇനിയും ചോദിക്കും. ഇവിടെ കേരളത്തോട് കാണിക്കുന്ന ഈ ശത്രുത തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ ശത്രുത ഇവിടുത്തെ ജനങ്ങളോടുള്ള ശത്രുതയായിട്ട് മാറുകയാണ്. മറ്റ് ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ് LDF ലക്ഷ്യം വെക്കുന്നത്. ആ തരത്തിലുള്ള നടപടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് നാം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. വിവിധ മേഖലകളുടെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ എടുത്തു പറയുന്നില്ല. എന്നാൽ ഇവിടെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായിട്ടാണത് മാറുന്നത്. 2 വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നായി അത് മാറും. ആ തരത്തിലുള്ള 2ാം ഘട്ട പ്രവർത്തനങ്ങളിലേക്ക് കൂടി
കടക്കുകയാണ്. ഈ പോർട്ടിനോടനുബന്ധമായി വലിയ തോതിലുള്ള വികസനമാണ് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. നാടിൻ്റെ മുഖച്ഛായ മാറുന്നതിനാണ് അതിടയാക്കുക. വിവിധ പദ്ധതികൾ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായി രൂപം കൊടുക്കുന്ന റോഡ്, റെയില്, മറ്റു തരത്തിലുള്ള സൗകര്യങ്ങൾ അത് വാഹനങ്ങൾ കടന്നു പോകാനുള്ളത് മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി ഒരുപാട് പദ്ധതികൾ നമ്മുടെ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇത് നാം കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.